إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, നമ്മെയും ഈ മഹത്തായ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങളും മാർഗരേഖകളും നമ്മുടെ ജീവിതത്തിലെ ഓരോ രഹസ്യവും പരസ്യവുമായ രംഗങ്ങളിൽ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനേറെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ലവരായ സ്വാലിഹീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം എല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ റബ്ബിന്റെ മഹനീയമായ ജന്നാത്തുൻ നഈമിൽ അവൻ നമ്മെ നമ്മുടെ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ നാടിനെ റബ്ബ് പൂർണ്ണമായ സമാധാനത്തിലും നിർഭയത്തിലുമാക്കി നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ധാരാളം പുണ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന
പരിശുദ്ധമായ റമളാൻ മാസം കടന്നു വന്നു. ഇനി കേവലം ദിവസങ്ങൾ മാത്രമാണ് ഈ റമളാൻ നമ്മിൽ നിന്നും വിട പറയാനായി ബാക്കി നിൽക്കുന്നത്. വിശ്വാസികൾക്ക് മനസ്സിന് വല്ലാത്ത പ്രയാസമുണ്ടാക്കുന്ന, വേദനയുണ്ടാക്കുന്ന, സങ്കടം വരുന്ന നിമിഷമാണ്, കാര്യമാണ് റമളാൻ അവന്റെ ജീവിതത്തിൽ നിന്നും വിട പറയുന്നു എന്നുള്ളത്. നമുക്കറിയാം, പതിവിലും വിപരീതമായിക്കൊണ്ട് റമളാനിന്റെ രാപ്പകലുകളിൽ വലിയ രൂപത്തിൽ കഷ്ടപ്പെട്ട് പ്രയാസങ്ങൾ സഹിച്ച് ധാരാളമായി റബ്ബിനു വേണ്ടി ഇബാദത്തുകളിൽ മുഴുകാൻ, റമളാനിന്റെ പകലുകളിൽ ദാഹവും വിശപ്പും സഹിച്ചുകൊണ്ട്, അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട്, ഈ പൊരിഞ്ഞ വെയിലത്തും റബ്ബിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കഷ്ടപ്പാട് സഹിക്കുന്നത്. ഇതിനെല്ലാം പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ഈ പുണ്യങ്ങളുടെ ദിവസങ്ങൾ അവന്റെ ജീവിതത്തിൽ നിന്നും കഴിഞ്ഞു പോവുക എന്നുള്ളത് നമുക്ക് സഹിക്കാൻ കഴിയുന്ന ഒന്നല്ല. നാം ഒന്ന് മനസ്സിലാക്കണം, ഏതൊരു കർമ്മത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് അതിന്റെ അവസാനം എങ്ങനെയാണ് എന്നുള്ളത് പരിഗണിച്ചുകൊണ്ടാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ, ഒരു മുസ്ലിം, ഒരു അടിമ ചെയ്യുന്ന ഒരു കർമ്മം നോക്കുമ്പോൾ അതിന്റെ അവസാനം എങ്ങനെയാണ് അവൻ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹ് അവനിക്ക് പ്രതിഫലങ്ങൾ നൽകുന്നത്. നാം കൃത്യമായി നമസ്കരിക്കുന്ന വ്യക്തിയാണ്. നമസ്കരിക്കാൻ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൈകെട്ടുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകുന്ന ഒരു ഖുശൂഉം ഒരു തഖ്വയും ഒക്കെ സലാം വീട്ടുന്ന സമയത്തും നമുക്കത് നിലനിർത്താൻ സാധിക്കുന്നുണ്ട് എങ്കിലാണ് ആ നമസ്കാരം റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യമാവുകയുള്ളൂ. അതുപോലെ തന്നെ നോമ്പിനെ എടുത്തു നോക്കുകയാണെങ്കിൽ റമളാനിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തു, റബ്ബിന് വേണ്ടി ഉപേക്ഷ വരുത്തി. ഈ നോമ്പ് റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യമാകണമെന്നുള്ള നിശ്ചയത്തോടുകൂടി, നീയത്തോടുകൂടി നമുക്ക് താല്പര്യമുള്ള പല വിഷയങ്ങളെ പോലും, ദേഹേച്ഛപരമായ പല ആഗ്രഹങ്ങളെ പോലും നമ്മൾ എന്ത് ചെയ്യാണ്, തടഞ്ഞു വെക്കുകയാണ് ഉണ്ടായത്. ആ ഒരു ഖുശൂഉം തഖ്വയും നീയത്തും റമളാനിന്റെ അവസാനത്തെ ദിവസങ്ങളിലും നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലാണ് ഈ റമളാനും നോമ്പും നമുക്ക് ഉപയോഗപ്രദമാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. റബ്ബിന്റെ അടുക്കൽ കർമ്മങ്ങൾ അതിന്റെ അവസാനം നോക്കിയാണ് പരിഗണിക്കുക. അതുകൊണ്ട് റമളാനിന്റെ അവസാനത്തെ ഈ തുച്ഛമായ, എണ്ണിയാൽ മാത്രം തീരാവുന്നതായ ദിവസങ്ങൾ നന്നാക്കിയെടുക്കാനായിരിക്കണം ഒരു വിശ്വാസി പരിശ്രമിച്ചു കൊണ്ടിരിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിത്യേനയുള്ള പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ നമുക്കൊരു പ്രാർത്ഥന കാണാൻ സാധിക്കും. അല്ലാഹുമ്മ ഇജ്അൽ ഖൈറ ഉംരി ആഖിറുഹു, എന്റെ ആയുസ്സിൽ അതിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗം അതിന്റെ അവസാന ഭാഗമാക്കണം റബ്ബേ. വഖൈറ അമലി ഖവാതിമഹു, എന്റെ കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും അത്യുത്തമമായ കർമ്മം അതിന്റെ പരിസമാപ്തി അന്ത്യഘട്ടമാക്കണം റബ്ബേ. വഖൈറ അയ്യാമി യൗമ അൽഖാക്, എന്റെ ദിവസങ്ങളിൽ വെച്ചുകൊണ്ട് ഏറ്റവും ഉത്തമമായ ദിവസം റബ്ബേ നിന്നെ കണ്ടുമുട്ടുന്ന ദിവസമാക്കണം എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. റബ്ബിനെ കണ്ടുമുട്ടുന്ന ദിവസമാക്കണം ഏറ്റവും ഉത്തമമായ ദിവസം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ അഅമാലു ബിൽ ഖവാതിം, കർമ്മങ്ങൾ പരിഗണിക്കുക അതിന്റെ അന്ത്യസമയം നോക്കിയിട്ടാണ്, അവസാനം നോക്കിയിട്ടാണ്, അന്ത്യം പരിഗണിച്ചുകൊണ്ടാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതുകൊണ്ട് ഈ റമളാനിന്റെ ഇനിയുള്ള ദിവസങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ നന്നാക്കിയെടുക്കാനായിരിക്കണം വിശ്വാസികൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കേണ്ടത്. സഹോദരങ്ങളെ, ഇവിടെ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഖൈറ അയ്യാമി യൗമ അൽഖാക്, റബ്ബേ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ ദിവസം നിന്നെ കണ്ടുമുട്ടുന്ന ദിവസമാക്കണം എന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കുക. നോമ്പിന്റെ തുടക്കത്തിൽ ഞാനും നിങ്ങളും മനസ്സിലാക്കിയ ഒരു ഹദീസുണ്ട്. എന്താണ്? നോമ്പുകാരന് രണ്ട് സന്തോഷമാണ് ഉള്ളത്. ഒന്ന്, അവൻ നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം. നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം നമുക്കെല്ലാവർക്കും നാം അനുഭവിച്ചറിഞ്ഞ സന്തോഷമാണ്. രാവിലെ മുഴുവനും ഈ പൊരിവെയിലത്ത് ദാഹവും വിശപ്പുമൊക്കെ സഹിച്ചുകൊണ്ട് ഒരിറ്റു വെള്ളം പോലും ഇറക്കാതെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് മഗ്‌രിബിന്റെ സമയമാകുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം നമ്മുടെ വയറ്റിലേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ തൊണ്ടയിലൂടെ ഇറങ്ങി ചെല്ലുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ട്, സന്തോഷമുണ്ട്. അത് നോമ്പുകാരന് മാത്രം അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരു സന്തോഷമാണ്. അതാണ് നോമ്പുകാരന് ലഭിക്കുന്ന ഒന്നാമത്തെ സന്തോഷം. നോമ്പുകാരന് ലഭിക്കുന്ന രണ്ടാമത്തെ സന്തോഷമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവൻ അവന്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ കിട്ടുന്ന സന്തോഷം എന്നുള്ളതാണ്.
എങ്ങനെയാണ് ആ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ കിട്ടുന്ന സന്തോഷം ഒരു നോമ്പുകാരന് അനുഭവിക്കാനും ആസ്വദിക്കാനും പറ്റുക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. നാളെ സ്വർഗവാസികളായ ആളുകൾ, സ്വർഗാവകാശികളായ വിശ്വാസികളായ ആളുകളെ അള്ള വിളിച്ചുകൊണ്ട് അവരോട് ചോദിക്കുകയാണ്, ഹൽ റളീതും, നിങ്ങൾ തൃപ്തരാണോ എന്ന്. എവിടെ? സ്വർഗത്തിൽ കഴിയുന്ന, സ്വർഗത്തിൽ ആവോളം ആസ്വദിച്ചുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും അതിന്റെ സുഖസൗകര്യങ്ങളിൽ കഴിയുന്ന വിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് അള്ള ചോദിക്കുന്നത്, ഹൽ റളീതും, ഈ സ്വർഗീയ അനുഗ്രഹങ്ങളിൽ നിങ്ങൾ തൃപ്തരാണോ എന്ന്. ആ സ്വർഗവാസികൾ, വിശ്വാസികൾ അള്ളാഹിനോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, റബ്ബേ, ഈ അനുഗ്രഹങ്ങളിൽ ഞങ്ങൾ തൃപ്തിപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തൊരു അനുഗ്രഹത്തിലാണ് റബ്ബേ ഞങ്ങൾ തൃപ്തിപ്പെടുക എന്ന് വിശ്വാസികൾ തിരിച്ചു ചോദിക്കും എന്നുള്ളതാണ്. അപ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല അവരോട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇതിനേക്കാൾ ഉത്തമമായ, ഇതിനേക്കാൾ മികച്ച ഒന്ന് ഞാൻ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞു. ആ സമയത്ത് വിശ്വാസികൾ അള്ളാഹിനോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അലം തുബയ്യിളു വുജൂഹന, റബ്ബേ നീ ഞങ്ങളുടെ മുഖത്തെ പ്രകാശമുള്ളതാക്കി തന്നില്ലേ? റബ്ബേ ഞങ്ങളുടെ മുഖത്ത് നീ പ്രകാശപൂരിതമാക്കി തന്നില്ലേ? അലം തുദ്ഖിൽനൽ ജന്ന, നീ ഞങ്ങളെ നിന്റെ വാഗ്ദാന പ്രകാരം സ്വർഗത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്തല്ലോ അല്ലാഹ്. അതുപോലെ തന്നെ വതുനജ്ജിനാ മിനന്നാർ, നീ ഞങ്ങളെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്തില്ലേ അല്ലാഹ്. അവര് പറയാ, സ്വർഗത്തിലേക്ക് ഞങ്ങൾ കടത്തിവിട്ടു, നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്തല്ലോ റബ്ബേ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ എന്താ മനസ്സിലാക്കിയത്? അള്ള പറയുകയാണ്, ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ഫമൻ സുഹ്സിഹ അനിൻ നാർ, നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടണം. ഒരു വിശ്വാസിയുടെ വിജയത്തെക്കുറിച്ച് അള്ള പറയാണ്, അവന് നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടണം. ലതറവുന്നൽ ജഹീം ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. നരകം നമ്മുടെ കൺമുമ്പിൽ കാണിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. നഗ്ന നേത്രങ്ങൾ കൊണ്ട് നരകത്തെ കാണുന്ന ഓരോ മനുഷ്യനും കണ്ട് മനസ്സിലാക്കുന്ന ഒരു ദിനം ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വരാനുണ്ട്. അന്ന് ആ ആഖിറത്തിൽ വെച്ചുകൊണ്ട് ഫമൻ സുഹ്സിഹ അനിന്നാർ, നിങ്ങൾ പൊക്കോ, നരകത്തിൽ നിന്ന് വിദൂരത്തേക്ക് പൊക്കോ എന്ന് പറയുന്ന ആ ആളുകളിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണം. വഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നവരുടെ കൂട്ടത്തിലും ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണം. ഫഖദ് ഫാസ്, ഈ രണ്ട് കാര്യങ്ങളും ലഭിക്കുന്നവർ മാത്രമാണ് വിജയിക്കുകയുള്ളൂ എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നാം ഒന്ന് ആലോചിച്ചു നോക്കി, റമളാനിന്റെ ഇന്ന് 23 ദിവസങ്ങളായി നരകത്തിൽ നിന്ന് നമ്മുടെ മുഖത്തെ സംരക്ഷിക്കാൻ, സ്വർഗപ്രവേശനം സാധ്യമാകുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ നോമ്പ് കൊണ്ട് ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും എത്രത്തോളം സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ആത്മവിചാരണ സ്വന്തം നഫ്സിനോട് നമ്മളൊന്ന് ചോദിച്ചു നോക്കണം. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹാസിബു ഖബ്ല അൻ തുഹാസിബു, അള്ളാന്റെ വിചാരണ നിങ്ങൾക്ക് വരാനുണ്ടട്ടോ, അതിശക്തമായ റബ്ബിന്റെ വിചാരണ നിങ്ങൾക്ക് വരാനുണ്ട്. ലതറവുന്നൽ ജഹീം ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് നിങ്ങൾ അനുഭവിച്ചതായ ഏതെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ ആ അനുഗ്രഹങ്ങളെ മുഴുവനും എടുത്തു കാണിച്ചുകൊണ്ട് അള്ള നിങ്ങളോട് ചോദ്യം ചെയ്യുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങളോട് വിചാരണ ചെയ്യുന്ന ഒരു ദിവസം. അതായത് എത്ര കഷ്ടപ്പാടുകൾക്കിടയിലും നമുക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹത്തിൽ അള്ളാഹിനോട് നമ്മൾ എന്താണ് തിരിച്ചു കാണിച്ചത് എന്ന് അള്ള ചോദിക്കുമ്പോ എന്തുത്തരമാണ് നമുക്ക് പറയാനുള്ളത്? രാപ്പകലുകളിൽ വിശപ്പും ദാഹവും സഹിച്ചു വൈകുന്നേരം സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം കിട്ടുന്ന സമയം, ആ സമയത്ത് അള്ളാഹിനോടൊന്ന് മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാ എന്ന് പറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾക്ക് ആ അനുഗ്രഹങ്ങൾ തന്ന റബ്ബിന് പകരമായി എന്ത് കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നന്ദി കാണിക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്നതായ അനുഗ്രഹമാണ് ഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നവൻ. അപ്പോ ഫഖദ് ഫാസ്, നരകത്തിൽ നിന്ന് അകറ്റി നിർത്തുകയും സ്വർഗപ്രവേശനം സാധ്യമാവുകയും ചെയ്യുന്നവനാരുണ്ടോ അവൻ മാത്രമാണ് യഥാർത്ഥമായ വിജയി എന്ന് പറയുകയാണ്. അപ്പോ ഈ സ്വർഗവാസികൾ അള്ളാഹിനോട് പറയും, അല്ലാ, ഞങ്ങളുടെ മുഖത്ത് നീ പ്രകാശമുള്ളതാക്കി തന്നു, നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ അകറ്റി നിർത്തി, സ്വർഗത്തിലേക്ക് നീ ഞങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അള്ളാഹ് അവിടെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫയക്ഷിഫുൽ ഹിജാബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഫയക്ഷിഫുൽ ഹിജാബ്, അവർക്കും അള്ളാഹ്ക്കും ഇടയിലുള്ളൊരു മറയങ്ങ്
അള്ളാഹ് നീക്കുന്ന ഫയക്ഷിഫുൽ ഹിജാബ്, ഈ മനുഷ്യന്മാർക്കും അള്ളാഹ്ക്കുമിടയിലുള്ള ഒരു കർട്ടൻ, ഒരു മറയങ്ങ് അള്ളാഹ് നീക്കും. ആ മറ നീക്കുമ്പോൾ ഈ വിശ്വാസികൾ കാണുന്നത് എന്താണെന്നറിയോ? വുജൂഹുൻ യൗമഇദിൻ നാദിറ, അന്ന് ചില മുഖങ്ങൾ പ്രസന്നതയുള്ളതായിരിക്കും. ഇലാ റബ്ബിഹാ നാദിറ, അവരവരുടെ റബ്ബിന്റെ നേർക്ക് അവരുടെ ദൃഷ്ടികൾ പായിക്കുന്നവനായിക്കൊണ്ട് നോക്കിക്കൊണ്ട് അവരുടെ മുഖത്തെ അവർ റബ്ബിന്റെ വജ്ഹിലേക്ക് അവരിങ്ങനെ നോക്കി നിൽക്കുന്ന, അതാണ് നോമ്പുകാർക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ ഏറ്റവും പ്രത്യേകമുള്ള സന്തോഷം എന്ന് പറയുന്ന അള്ളാന്റെ മുഖം അവർക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങൾ, ഒന്ന് ചിന്തിച്ചു നോക്കി, നമുക്ക് ആ അനുഗ്രഹം ലഭിക്കും. റബ്ബിന്റെ മുഖം ദർശിക്കാൻ ഉള്ളൊരു ഭാഗ്യം നമുക്ക് ലഭിക്കുമോ? ഈ നോമ്പ് കൊണ്ട് നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? റമളാൻ വിട പറയുകയാണ്. ഈ റമളാൻ വിട പറയുന്ന ഈ സമയത്ത് ഇനി കേവലം 5-6 ദിവസങ്ങൾ മാത്രമാണുള്ളത്. എന്താണ് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്? ചിന്തിക്കണം. നമ്മുടെ മനസ്സിനോട് നമ്മളൊന്ന് ആത്മാർത്ഥമായിട്ട് നമ്മളൊന്ന് ചോദിച്ചു നോക്കണം. റമളാന്റെ തുടക്കത്തിൽ വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ അത് പരിഹരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തഖ്വ നേടിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ വിഷയം. ആ കർട്ടനങ്ങ് അള്ളാഹ് മാറ്റുമ്പോൾ അള്ളാന്റെ മുഖമാണ് കാണുന്നത്. വിശ്വാസികൾക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് സ്വർഗത്തിലെ അനുഗ്രഹങ്ങളല്ല വലുത്, മറിച്ച് റബ്ബിന്റെ മുഖം കാണുക എന്നുള്ളത്, റബ്ബിന്റെ വജ്ഹ് ദർശിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. നോമ്പുകാർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ, നോമ്പുകാർക്ക് മാത്രം ലഭിക്കുന്ന അനുഗ്രഹം. ആ അനുഗ്രഹത്തിന്റെ വക്താക്കളായി നമ്മൾ മാറണം എന്നുണ്ടെങ്കിൽ ഈ നോമ്പ് നമ്മൾ ഉപയോഗപ്പെടുത്തിയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹ് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് അള്ളാഹ് നോമ്പ് നിർബന്ധമാക്കിയത് എന്തിനാണെന്നറിയോ? നിങ്ങളുടെ മുൻഗാമികൾക്കും അള്ളാഹ് നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ്. ആ തഖ്വ നോമ്പ് കൊണ്ട് നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. തഖ്വ ഉണ്ടെങ്കിലേ വിജയിക്കുള്ളൂ. തഖ്വ ഇല്ലാത്ത ഒരാളും വിജയിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ തഖ്വ വേണം സഹോദരങ്ങളെ. അവസാനം പരിഗണിച്ചുകൊണ്ട് അള്ളാഹ് കർമ്മങ്ങളെ സ്വീകരിക്കുമ്പോൾ തഖ്വ ഇല്ലാത്ത ഒരുത്തനും അവിടെ രക്ഷപ്പെടില്ല. അള്ളാഹിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുന്നവനാകണം, പ്രവർത്തനങ്ങളെ സൂക്ഷിക്കുന്നവനാകണം, സംസാരങ്ങളെ സൂക്ഷിക്കുന്നവനാകണം, ഇടപാടുകളെ സൂക്ഷിക്കുന്നവനാകണം, കുടുംബ ബന്ധങ്ങളെ സൂക്ഷിക്കുന്ന, എല്ലാ രംഗങ്ങളിലും ഒരു വിശ്വാസി ഇടപെടുന്ന മേഖലകൾ എന്തൊക്കെയുണ്ടോ അവിടെയൊക്കെ തഖ്വയുണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നോമ്പിന്റെ ആധാരം എന്ന് പറയുന്നത് തഖ്വയുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമസ്കാരം എന്തിനു വേണ്ടിയാണ്? തഖ്വയുണ്ടാക്കിയെടുക്കുക എന്നുള്ളതിനാണ്. ഒരു വിശ്വാസിക്ക് അള്ളാഹ് നിർബന്ധമാക്കിയിട്ടുള്ള കർമ്മങ്ങൾ എന്തിനു വേണ്ടിയാണ്? തഖ്വയുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, കുറ്റമറ്റ മനസ്സുമായിട്ട് അള്ളാനെ കണ്ടുമുട്ടുന്നവൻ ആരുണ്ടോ അവൻ മാത്രമേ വിജയിക്കുള്ളൂ. ആ വിജയം നേടിയെടുക്കാൻ വേണ്ടിയാണ് അള്ളാഹ് നമുക്ക് ഇവിടെ നോമ്പ് നിർബന്ധമാക്കിയത്. ഖദ് അഫ്ലഹ മൻ തസക്കാഹ, തീർച്ചയായും ശുദ്ധി നേടിയവൻ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ശുദ്ധി റമളാനിലൂടെ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. ഈ റമളാനിന്റെ തുടക്കത്തിൽ 23 ദിവസമായി ഇതുവരെ എന്തെങ്കിലും വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ അത് പരിഹരിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ വദകറസ്മ റബ്ബിഹി ഫസല്ല, റബ്ബിന്റെ നാമം ഒരുപാട് നമ്മൾ സ്മരിച്ചു, പതിവിലും വിപരീതമായി കൊണ്ട് നമസ്കരിച്ചു, ധാരാളം നേരം നമ്മൾ നിന്നു. തസ്ബീഹുകളും തഹ്മീദുകളും തഹ്ലീലുകളുമായി ഈ റമളാനിന്റെ രാപ്പകലുകൾ നമ്മൾ സജീവമാക്കി. പരിശുദ്ധ ഖുർആനിൽ ഈ 11 മാസക്കാലവും നമ്മൾ ഓതാത്ത രൂപത്തിൽ ഖുർആനിന്റെ പേജുകൾ നമ്മൾ ഓതി തീർത്തു. എത്രയോ ആയത്തുകളിലൂടെ നമ്മൾ കടന്നുപോയി. ഇതൊക്കെ നമ്മൾ ചെയ്തത് എന്തിനു വേണ്ടിയാണ്? ശുദ്ധമായ മനസ്സുമായിട്ട് റബ്ബിനെ കണ്ടുമുട്ടുക എന്നുള്ളതിന് വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് ഈ റമളാൻ നമുക്ക് ഉപയോഗപ്രദമായിട്ടുണ്ടോ എന്നുള്ള ആത്മവിചിന്തനം നമ്മൾ നടത്തി നോക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഈ റമളാനിന്റെ അവസാന ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്, അള്ളാഹിനോട് ശക്തമായി നമ്മൾ പ്രാർത്ഥിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കൂടി കഅബയുടെ അടിത്തറ പണിതപ്പോൾ അവർ പ്രാർത്ഥിച്ചത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം എന്നുള്ളതാണ്. അല്ലാഹുവേ, നീ ഞങ്ങളിൽ നിന്നത് സ്വീകരിക്കണേ റബ്ബേ. 23 നോമ്പായി. ഈ നോമ്പിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ അള്ളാഹിനോട് നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കണം. അല്ലാഹ്, നിനക്ക് വേണ്ടിയാണ് ഞങ്ങൾ ദാഹം സഹിച്ചത്, നിനക്ക് വേണ്ടിയാണ് ഞങ്ങൾ വിശപ്പ് സഹിച്ചത്. ഈ റമളാനിന്റെ രാപ്പകലുകളിൽ എത്രയോ ഞങ്ങളെ തകർത്ത് കളയുമാറ്, ഞങ്ങളുടെ ശരീരത്തെ തളർത്ത് കളയുമാറുള്ള ഈ കൊടും വെയിലിന്റെ സമയത്ത് പോലും ഈ അന്നപാനീയ
അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചത്, ഈ കഷ്ടപ്പാടുകൾ സഹിച്ചത് റബ്ബെ നിനക്ക് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് നീ ഞങ്ങളിൽ നിന്നത് സ്വീകരിക്കണേ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന വേണം. അതോടൊപ്പം തന്നെ നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ആ കർമ്മം അല്ലാഹ് സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇസ്തിഗ്ഫാറും വേണം എന്നുള്ളതാണ്. അള്ളാഹിനോട് പാപമോചനം തേടണം നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ റമളാനിന്റെ അവസാനത്തെ പത്തിൽ പറഞ്ഞതുപോലെ, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ, അല്ലാഹുവേ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, നീ മാപ്പ് നൽകുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, വിട്ടുവീഴ്ച ചെയ്യാനും മാപ്പ് നൽകാനും ഏറെ ഇഷ്ടപ്പെടുന്നവനായ റബ്ബേ ഫഅഫു അന്നി, എനിക്ക് നീ വിട്ടുവീഴ്ച ചെയ്തു തരണേ, എന്നോട് നീ മാപ്പ് നൽകണേ റബ്ബേ. അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിന്റെ പല ദൗർബല്യങ്ങളായ നിമിഷങ്ങളിൽ പല രൂപത്തിലുള്ള പോരായ്മകളും സംഭവിച്ചു പോയിട്ടുണ്ട്. അല്ലാഹ്, നീ ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ഏറ്റവും ഉത്തമനായ ഒരു വിശ്വാസിയായി മാറാൻ പലപ്പോഴും ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. എല്ലാം അറിയുന്നവനായ റബ്ബേ, നീ മാപ്പ് നൽകുന്നവനാണ്, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ എന്നുള്ള ഈ പ്രാർത്ഥന, ഈ ദിക്ർ അധികരിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ റമളാനിന്റെ അവസാനത്തെ പത്തിൽ കഴിയുന്ന രൂപത്തിലൊക്കെ അമലുകൾ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. എഴുത്തികാഫിൽ എന്നിട്ടും രാത്രി സമയങ്ങളിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചിട്ടൊക്കെ അവസാനത്തെ 10 നമ്മൾ ജീവിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അള്ളാഹുവിനോട് ഈ കർമ്മങ്ങൾ മുഴുവനും സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ റബ്ബിനോട് പാപമോചനവും തേടുക. ഈ രൂപത്തിൽ തഖ്വയുള്ളവനായി മാറാൻ ഈ റമളാൻ നമ്മൾ ഉപയോഗപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الأحد والفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. റബ്ബിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും ശ്രദ്ധിച്ചുകൊണ്ടും ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനേറെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല നോമ്പുകാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു 3-4 കാര്യങ്ങൾ സൂചിപ്പിക്കണം. ഒന്നാമത്തത്, ഇന്ന് ലോകം മൊത്തം ട്രെൻഡിനൊപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചോറുള്ള പള്ളി എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം, പല വീഡിയോസും നമുക്ക് കാണാൻ സാധിക്കും. ഓരോ ആളുകളും ഓരോ പള്ളികളിൽ പോയി ചോറുണ്ടോ എന്ന് നോക്കി അതൊക്കെ വീഡിയോ എടുത്ത് ഷെയർ ചെയ്യാണ്. ഇത് 2 രൂപത്തിൽ നമുക്ക് ഉപകാരപ്രദമാണ്. ഒന്ന്, അന്യ നാടുകളിൽ നിന്ന് വന്ന് സ്വന്തം വീടും കുടുംബമൊക്കെ വിട്ടുവന്ന് പട്ടണങ്ങളിലായി ജോലി ചെയ്യുന്ന തുച്ഛമായ വരുമാനത്തിൽ ജീവിക്കുന്നവരായ, റെന്റിനും മറ്റൊക്കെ ജീവിക്കുന്നവരായ ആളുകൾ, അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കിട്ടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉപകാരമുള്ളൊരു കാര്യം തന്നെയാണ്. അത്തരത്തിലുള്ള ആളുകൾക്ക് ഭക്ഷണമുള്ള പള്ളികൾ കൊണ്ട് ഉപകാരമുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഇടപ്പള്ളി പള്ളി എല്ലാ ദിവസവും അവിടെ ഇടയത്താഴം വെളുപ്പിന് ഭക്ഷണമുണ്ട്. ഏകദേശം 250-300 ആളുകൾക്ക് അവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ആ നാട്ടുകാരായ ആരും അവിടെ വരുന്നില്ല, പുറത്തു നിന്നുള്ള ആളുകൾ മാത്രമാണ് വരുന്നത്. അപ്പൊ ജോലിക്കാരായ ആളുകൾക്ക് ഇതുപോലുള്ള വീഡിയോകൾ കണ്ട് ഉപകാരപ്രദമായ കാര്യങ്ങൾ അവർക്ക് അത് പ്രയോജനപ്രദമായിരിക്കും. അവിടെ രണ്ടാമത് നടക്കുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ പോയിട്ട് ഒരു പള്ളിയിൽ നോമ്പ് തുറയ്ക്ക് വേണ്ടി ചെന്നു. ഇപ്പൊ നമുക്ക് ഇവിടുത്തെ തന്നെ ഒരു ഉദാഹരണം എടുത്ത് നോക്കാം ഇൻഷാ അല്ലാഹ്. ഇതിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഈ പള്ളിയിലെ എല്ലാ ദിവസവും 100 പേര്, ഏകദേശം കുറഞ്ഞത് 100 പേരിൽ കുറയാതെ നോമ്പ് തുറ നടക്കുന്നുണ്ട്. സാധാരണ നോമ്പ് തുറയാണ്, ഒരു കടി അല്ലെങ്കിൽ ഈത്തപ്പഴം അങ്ങനെയൊക്കെയുള്ള ചെറിയൊരു നോമ്പ് തുറ. പക്ഷെ ഇട ദിവസങ്ങളിൽ വല്ലപ്പോഴും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വിഭവസമൃദ്ധമായ ഭക്ഷണവും നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കാറുണ്ട്. അപ്പൊ സാധാരണ നമ്മൾ 100 പേരെന്നുള്ള രൂപത്തിൽ ഒരു 20 പേര് കൂടി കൂടുതൽ വന്നാൽ അവർക്ക് സൗകര്യപ്രദമാകുന്ന രൂപത്തിൽ ഒരു 120 പേർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഭക്ഷണം ഇവിടെ തയ്യാറാക്കി വെക്കാം. അപ്പൊ എല്ലാവരും ഇവിടെ വന്ന് നോമ്പുള്ളവരായ ആളുകൾ ആത്മാർത്ഥമായി അവരെന്ത് ചെയ്യും, ബാങ്ക് കൊടുക്കുന്നതിന് 10-15 മിനിറ്റ് മുമ്പ് തന്നെ അവർ പള്ളിയിൽ വരും. ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവർ പങ്കിട്ട് അവരെന്ത് ചെയ്യും, നോമ്പ് തുറക്കാൻ വേണ്ടിയിരിക്കും. ഈ സമയത്ത് ചില വിരുദ്ധന്മാരായ ആൾക്കാർ വരും. ഇവരെന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഇവിടെ ഫുഡ് ഉണ്ട്, വേഗം വരൂട്ടോ എന്നും പറഞ്ഞ ഒറ്റ മെസ്സേജ്. ബാങ്ക് കൊടുക്കുന്നതിന് 2-3 മിനിറ്റ് മുമ്പ് എന്ത് ചെയ്യും, ഈച്ച പറന്നു വരുന്നത് പോലെ കുറേ പേരെന്ത് ചെയ്യും, അവിടെ നിന്നൊക്കെ ചാടി വരും. ഈ ആളുകൾ വരുന്നതിലല്ല പ്രശ്നം, ഇതിനകത്ത് അമുസ്ലിമീങ്ങളായ ആളുകളും എന്ത് ചെയ്യും, നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്നതാണ്. ഭക്ഷണം കൊടുക്കുന്നതിന് നമുക്ക് യാതൊരുവിധ പ്രയാസമൊന്നുമില്ല. ഇവിടെ വിഷയം വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്,
നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നോമ്പ് തുറപ്പിക്കാൻ ഭക്ഷണം കൊടുക്കുന്നവനായ ആള്, ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് നോമ്പുള്ളവനെ നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പിന്റെ പ്രതിഫലം ഈ വ്യക്തിക്ക് കിട്ടണം എന്നുള്ള നെയ്യത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ വ്യക്തി കൊടുക്കുന്നത്. 100 പേർക്കുള്ള ഭക്ഷണമായിരിക്കും, അത് ചിലപ്പോൾ 120 പേർക്ക് വരെ കഴിക്കാൻ പറ്റും. അവിടെ ഒരു 200 പേര് വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവാന്നൊന്ന് ആലോചിച്ച് നോക്കി. സ്വാഭാവികമായിട്ടും അന്ന് ആത്മാർത്ഥമായി നോമ്പെടുത്ത വിശപ്പും ദാഹവും സഹിക്കുന്നവരായ ആളുകൾക്ക് കിട്ടേണ്ട ഭക്ഷണം അനർഹരായ ആളുകളിലേക്ക് അതെത്തും. നോമ്പില്ലാത്തവരും അതെന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും കഴിക്കും. എന്നാൽ ഇവൻ പള്ളി കയറിയിട്ട് ഇവൻ കാണിക്കുന്ന ഈ നോമ്പില്ലാത്തവൻ, അമുസ്ലിമീങ്ങളായ സഹോദരങ്ങൾ, ഇവര് കൂട്ടുകാരുടെ കൂടെ കളിച്ചും ചിരിച്ചും പള്ളികളിലേക്ക് വന്നിട്ട് പള്ളിയുടെ ഉള്ളിൽ നമസ്കരിക്കുന്നത് പോലെയുള്ള ചില കോലങ്ങൾ കാണിച്ച് മൂലക്കിരുന്ന് വർത്താനം പറഞ്ഞ് ശല്യമുണ്ടാക്കുന്നതായ വാർത്തകളും ഈ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. എന്തിനാണ് ഈ കോപ്രായം നമ്മൾ കാണിക്കുന്നത്? ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഇത് കൊടുക്കുന്ന ഭക്ഷണം കൊടുക്കുന്ന ആളുടെ നെയ്യത്ത് നമ്മൾ മനസ്സിലാക്കണം. 2, ഇത് സംഘടിപ്പിക്കുന്ന സംഘാടകർക്ക് ഇതിന്റെ പ്രയാസം അറിയുള്ളൂ. ഒരു 100 പേർക്കുള്ള ഭക്ഷണം 120 പേർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു 200 പേര് വന്നാൽ അത് തികയ്ക്കാൻ വേണ്ടിയിട്ട് അവർ പ്രയാസപ്പെടുന്ന പ്രയാസത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുന്നുണ്ടോ? അവിടെ പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ വിഷയം ശ്രദ്ധിക്കണം. 1, നമ്മൾ ചോറുള്ള പള്ളി അന്വേഷിച്ച് നടക്കുമ്പോൾ ഉപകാരം തന്നെയാണ് നമുക്ക്, പക്ഷേ അവിടുത്തെ കപ്പാസിറ്റി മനസ്സിലാക്കി പെരുമാറാൻ നമ്മൾ ശ്രദ്ധിക്കണം. കൂടുതൽ പേരെ നമ്മൾ വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത് അവിടെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകൾ നേരിടും. അത് നമ്മൾ മനസ്സിലാക്കണം. 2ാമത്തെ വിഷയം, അമുസ്ലിമീങ്ങളായ കൂട്ടുകാരെ നമ്മൾ വിളിച്ചു വരുത്തുമ്പോൾ എന്തടിസ്ഥാനമാണ് ആ വിഷയത്തിലുള്ളത്? നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ അവരെ വിളിച്ച് നോമ്പ് തുറപ്പിക്കാം, അതല്ലെങ്കിൽ ബേക്കറികളിലോ ഹോട്ടലുകളിലോ ഒക്കെ കൊണ്ടുപോയി പുറത്ത് ഔട്ട്സൈഡ് നോമ്പ് തുറ ഇഫ്താർ മീറ്റൊക്കെ സംഘടിപ്പിച്ച് നമുക്ക് ചെയ്യാം. പക്ഷെ ഒരു പള്ളിയിലേക്ക് വിളിച്ചു വരുത്തുമ്പോൾ അവിടെ നമ്മൾ ചിലരെയൊക്കെ വഞ്ചിപ്പിക്കുന്ന ഒരു പ്രവർത്തനം കൂടി അവിടെ കടന്നു വരുന്നുണ്ട്. ആ വിഷയം നമ്മൾ എന്ത് ചെയ്യണം, ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ നോമ്പ് തീരാറാകുമ്പോഴാണ് ഈ വിഷയം പറയുന്നത് നിങ്ങൾ ചിന്തിക്കരുത്. അടുത്ത നോമ്പിലേക്ക് അത് ഉപകാരപ്പെടും ഇൻഷാ അല്ലാഹ്. ഈ ദിവസങ്ങളിൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഗൗരവത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് 1ാമത്തെ വിഷയം. 2ാമത്തെ കാര്യം, നമുക്കറിയാം നമ്മുടെ ഈ പള്ളിയിൽ തറാവീഹ് നമസ്കാരത്തിന് ഒരു ഇമാമുണ്ട്, അതുപോലെ തന്നെ ഖിയാമുൽ ലൈലിന് വേറൊരു ഇമാം വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ സലഫി മസ്ജിദുകളെ സംബന്ധിച്ചിടത്തോളം, ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം വേറൊരു വരുമാന മാർഗവും ഈ പള്ളിക്കില്ല. നിങ്ങളിൽ നിന്ന് കിട്ടുന്ന സ്വതക്കകൾ മാത്രമാണ് ഇവിടെ ഈ പള്ളിക്കുള്ള ഒരു വരുമാനം. നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ റമളാൻ മാസത്തിൽ മാത്രമാണ് നമ്മുടെ ഇമാമുമാർക്ക് എന്തെങ്കിലും ഒരു എക്സ്ട്രാ ചെറിയൊരു വരുമാനം അവർക്ക് ലഭിക്കുന്നത്. അത് ഈ തറാവീഹിന് നിന്ന് ഓതാന്നൊക്കെ പറഞ്ഞ വലിയ പ്രയാസമുള്ളൊരു കാര്യം തന്നെയാണ്. ഞാനും തറാവീഹിന് ഇമാമത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. നമുക്കറിയാതെ നിന്ന് 1 മണിക്കൂർ നിന്ന് ഓതുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസം. നോമ്പ് തുറന്ന ആ സമയത്ത് നിൽക്കുക എന്നുള്ളത്, പുറകിൽ നിൽക്കുന്ന നിങ്ങൾക്ക് തന്നെ എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് ആലോചിച്ചേക്ക്. ഒന്നും ഓതാണ്ട് വെറുതെ ഇങ്ങനെ നിന്നാൽ മാത്രം മതി, നമുക്ക് തന്നെ അത്ര നേരം നിൽക്കുക എന്നുള്ളത് പ്രയാസമാണ്. അപ്പോൾ അവിടെ നിന്ന് ഖുർആൻ പാരായണം ചെയ്യുന്ന സകല ശക്തിയും കഴിവും ഒച്ചയും എടുത്തിട്ട് വേണം, കഷ്ടപ്പെട്ട് തന്നെ വേണം 1 മണിക്കൂർ ഖുർആൻ ഓതാൻ. നമ്മുടെ ഇമാമുമാർക്ക് റമളാനിൽ മാത്രമാണ് എന്തെങ്കിലും ഒരു സാമ്പത്തികമായിട്ടൊരു അധികം അവർക്ക് ലഭിക്കുന്നത്, സദഖയായിട്ട് ലഭിക്കുന്നത്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ കമ്മിറ്റിയെ ഇന്നത്തെ കളക്ഷൻ അതിനു വേണ്ടിയുള്ളതാണ്, നമ്മുടെ ഇമാമുമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ടുള്ളൊരു സംഖ്യ നിങ്ങൾ കമ്മിറ്റിയെ ഏൽപ്പിക്കണം. ഈ റമളാനിൽ മാത്രമേ അവർക്കൊരു വരുമാന മാർഗമുള്ളൂ. വേറെ മറ്റുള്ള മാസങ്ങളിലൊന്നും ഒരു 100 രൂപ പോലും കൂടുതൽ കിട്ടാനുള്ളൊരു മാർഗം അവർക്കില്ല. അതുകൊണ്ട് നമുക്ക് നേതൃത്വം നൽകുന്ന, നമ്മുടെ നമസ്കാരത്തിന് നേതൃത്വം നൽകുന്ന ഇമാമുമാർക്ക് കഴിയുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക, ആത്മാർത്ഥമായിട്ടൊരു സദഖ നിങ്ങൾ ഇവിടെ കമ്മിറ്റിയെ ഏൽപ്പിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. 3ാമത്തത്, ഈ മുമ്പിൽ കിടക്കുന്ന 5 സെന്റ് സ്ഥലം അത് നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ കൃത്യമായൊരു പ്ലാൻ, IICC ഇന്റർനാഷണൽ ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ. നമുക്കറിയാം, ഇവിടെ കുസാറ്റ്, ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഈ സമൂഹത്തിൽ മറ്റുള്ള നാടുകളിൽ നിന്നൊക്കെ വന്ന് ഇവിടെ താമസിക്കുന്നവരായ ആളുകൾ, ഒരുപാട് കുട്ടികൾ, ഇവർക്കൊക്കെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും പല പല സമൂഹത്തിനും കുടുംബത്തിനുമൊക്കെ ഉപയോഗമുള്ള ഉപകാരപ്രദമായ വഴികാട്ടുന്നവരായ വ്യക്തിത്വങ്ങളാക്കി അവരെ മാറ്റിയെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ വലിയൊരു നെയ്യത്തോടു കൂടിയാണ് ഒരു സ്ഥാപനം ഇവിടെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഈ 5 സെന്റ് സ്ഥലം ഉടമസ്ഥരിൽ നിന്ന് വാങ്ങി വേണം എന്ത് ചെയ്യാൻ, ആ ബിൽഡിങ്ങും ആ ഒരു നെയ്യത്തും അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്ന രൂപത്തിലുള്ള സദഖകൾ നിങ്ങൾ ചെയ്യണം. കുട്ടികൾക്ക് മദ്രസ പഠനം സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ട്, മദ്രസ പഠനത്തിന്റെ പ്രായം കഴിഞ്ഞ് ടീനേജ് പ്രായത്തിലേക്ക് എത്തിയ വിദ്യാർത്ഥികൾ, അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വിവിധ നാടുകളിൽ നിന്ന്, സ്ഥലങ്ങളിൽ നിന്ന് ഈ കുസാറ്റിലെ വിവിധ കോഴ്സുകൾ പഠിക്കുന്നതിന് വേണ്ടി വന്നിട്ടുള്ള സ്റ്റുഡൻസ്, വിദ്യാർത്ഥികളുണ്ട്. അവിടെ പഠിപ്പിക്കുന്നവരായ അധ്യാപകരുണ്ട്, മറ്റു ജോലിക്കാരുണ്ട്. പല ആളുകളും നമുക്ക് ഈ പള്ളിയുടെ ചുറ്റുഭാഗങ്ങളിലായി താമസിക്കുന്നുണ്ട്.
സഹായിക്കുന്നുണ്ട്. ഇവർക്കൊക്കെ കൃത്യമായൊരു ദിശാബോധം കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് ഈ IICC ഇന്റർനാഷണൽ ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ നമ്മൾ പണിയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ജാരിയായ സദഖയാണ്. നമ്മുടെ മരണത്തിന് ശേഷവും ഖബറിലേക്ക് പ്രതിഫലം വന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ സദഖയുടെ മഹത്വങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സ്വഹാബിമാര് മത്സരായിരുന്നു. നമ്മളും അനുസരിക്കണം, നമുക്ക് അല്ലാഹ് ഇരട്ടിയായി തരിക തന്നെ ചെയ്യുകയുള്ളൂ, ഒരു കുറവും ആ വിഷയത്തിൽ ഉണ്ടാവില്ല. ജാരിയായ സദഖ എന്ന് പറഞ്ഞാൽ മരിച്ചു പോയാലും ഒന്നും ചെയ്യാതെ നമ്മുടെ ഖബറിലേക്ക് ഇങ്ങനെ ഇതിന്റെ പ്രതിഫലം വന്നുകൊണ്ടിരിക്കും. റബ്ബിന്റെ അടുക്കൽ വലിയ പ്രതിഫലമാണ്. ഈ റമളാനിൽ നിങ്ങളൊരു സംഖ്യ മനസ്സിൽ കരുതിക്കൊണ്ട് ആത്മാർത്ഥമായ നെയ്യത്തോടു കൂടി ആ കമ്മിറ്റിയെ ഈ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട്, അതിൽ ഈ ഒരു നെയ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നൽകണം എന്നുകൂടി ഓർമ്മപ്പെടുത്താണ്. 4ാമത്തെ വിഷയം ഫിത്ർ സക്കാത്ത്. ഒരാൾക്ക് 140 രൂപ വീതം. ഫിത്ർ സക്കാത്ത് എന്തിനാണെന്ന് പറഞ്ഞാൽ, ഈ റമളാനിൽ നോമ്പ് സമയങ്ങളിൽ നമുക്ക് എന്തെങ്കിലും വീഴ്ചകൾ, പോരായ്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചകളെ, പോരായ്മകളെ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഫിത്ർ സക്കാത്ത്. ഒരാൾക്ക് 140 രൂപയാണ്. അടുത്ത ബുധനാഴ്ച 18-ാം തീയതിക്കുള്ളിലായിട്ട് എന്ത് ചെയ്യണം? കമ്മിറ്റിയെ ഏൽപ്പിക്കണം എന്നറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ നോമ്പിൽ വന്നു പോയ അപാകതകൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഈ ഫിത്ർ സക്കാത്തിൽ നമ്മളെല്ലാം അംഗങ്ങളാകണം. അന്ന് പെരുന്നാൾ ദിവസം രാവിലെ നമസ്കാരത്തിന് മുമ്പ് ജനിച്ചു വീണൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ പോലും ആ കുട്ടിക്ക് വരെ ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. അതുകൊണ്ട് ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടോ നിങ്ങളുടേതോ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കണക്ക് കൂട്ടിയിട്ട് ഒരാൾക്ക് 140 രൂപ കണക്ക് കൂട്ടി കമ്മിറ്റിയെ ഏൽപ്പിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ നേരത്തെ പറഞ്ഞ IICC നമ്മുടെ ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ, അതിന് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ഇവിടെ കൂടുതലും വിദ്യാർത്ഥികളുണ്ട്. വിദ്യാർത്ഥികൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾ വീട്ടിൽ പറഞ്ഞാൽ, നിങ്ങളുടെ രക്ഷിതാക്കളോട്, മാതാപിതാക്കളോട് പറഞ്ഞാൽ ആ മാതാപിതാക്കൾ മുഖാന്തരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാൻ സാധിക്കും. അതുപോലെ പള്ളിയിലേക്കുള്ള സദഖയിലേക്കും കളക്ഷനിലേക്കും നിങ്ങൾക്ക് കുടുംബത്തിൽ പറഞ്ഞ് മാതാപിതാക്കളിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. റമളാനിൽ മാത്രമേ കണക്കില്ലാതെ പ്രതിഫലം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ റമളാനിൽ ആത്മാർത്ഥമായി ഈ അവസാനത്തെ വിട പറയാൻ നിൽക്കുന്ന ഈ സമയങ്ങളിൽ കഴിവിന്റെ രൂപത്തിൽ ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ റബ്ബിന്റെ മാർഗത്തിൽ ചെലവിട്ടിറങ്ങണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽക്കാർ, ആദർശ സുഹൃത്തുക്കൾ, നാട്ടുകാർ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സ്വർഗം നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു കണ്ണിന് കുളിർമയുള്ള, മനസ്സിന് സന്തോഷം തരുന്ന, ഇഹത്തിലും പരത്തിലും ഉപകാരപ്രദമായ സ്വാലിഹായ മക്കളാക്കി വളർത്തിയെടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പല രൂപത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. പൂർണ്ണമായ ആശ്വാസവും ശമനവും ആരോഗ്യവും സമാധാനവും സന്തോഷവും അല്ലാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ അസുഖങ്ങളിൽ നിന്ന്, വേദനയുള്ള അസുഖങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഈ പള്ളിയിലെ എല്ലാ റമളാനിന്റെ ഓരോ ദിവസത്തിലും നോമ്പ് തുറയ്ക്ക് വേണ്ടി സഹായിച്ചവരായ ആളുകൾ, നോമ്പ് തുറപ്പിക്കാൻ വേണ്ടി സാമ്പത്തികമായി ചെലവഴിച്ചവരായ ആളുകൾ, എന്തൊരു ഉദ്ദേശത്തിലാണോ അവർ ഈ പള്ളിയിൽ നോമ്പ് തുറയ്ക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിച്ചത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. അവർ ആഗ്രഹിക്കുന്നത് നോമ്പ് തുറപ്പിച്ച ആൾക്ക് നോമ്പ് തുറന്ന ആളുടെ, നോമ്പുകാരന്റെ അതേ പ്രതിഫലം കിട്ടുമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര പേരാണോ അവർ നൽകിയ ആ പൈസ കൊണ്ട് നോമ്പ് തുറന്നിട്ടുള്ളത്, അവരുടെ ഒക്കെ പ്രതിഫലം അല്ലാഹു അവർക്ക് നിറവേറ്റി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഈ പള്ളിയിൽ സാമ്പത്തികമായി സഹായിച്ചവരായ ആളുകൾ, ഇവിടെ ഓരോ ആവശ്യങ്ങളും പറയുമ്പോൾ അതൊക്കെ കണ്ടു മനസ്സിലാക്കി ആത്മാർത്ഥമായി സഹകരിക്കുന്നവരായ ആളുകൾ, അല്ലാഹു അവരിൽ നിന്നൊക്കെ പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. പൂർണ്ണമായ പ്രതിഫലം അല്ലാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ജീവിതത്തിൽ എല്ലാ വിധത്തിലുമുള്ള ഹൈറും ബറക്കത്തും അല്ലാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ റിസ്ഖ്, സാമ്പത്തിക മേഖലകളെല്ലാം അല്ലാഹു അവർക്ക് വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ റമളാനിൽ നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു വ്യക്തി, നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത നമ്മുടെ മുസ്തഫക്ക ഇന്ന് ഈ നമ്മുടെ കൂടെയില്ല. റബ്ബിന്റെ വിളിക്ക് ഉത്തരം നൽകി മടങ്ങിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം എന്തൊരു ഉദ്ദേശത്തിലാണോ ഈ പള്ളിക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചത്, അല്ലാഹു അദ്ദേഹത്തിൽ നിന്നും പൂർണ്ണമായി അത് സ്വീകരിക്കുമാറാകട്ടെ. ഉന്നതരായ ആളുകളിൽ, സ്വാലിഹീങ്ങളിൽ, സ്വർഗാവകാശികളായ ആളുകളിൽ മുസ്തഫഖാനെയും നമ്മളെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക സമീഉൻ ഖരീബുൻ മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم
أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.